അപ്പോൾ എല്ലാവർക്കും BVS ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ണിക്കുട്ടനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനും കൂടെ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് അവനും കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, കാരണം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് കിട്ടണം, അതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപഴമാണ്. അപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് വെന്തിട്ടുള്ള ചോറാണ്. അപ്പോൾ ഞാനെടുത്ത ചോറിന് കുറച്ചൊരു വേവ് കുറവാണ്, എന്നാലും അരയ്ക്കാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, തൈരാണ്. അപ്പോൾ നമുക്കത് അരച്ചു കൊടുക്കാനായിട്ട് ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് മാത്രം തയ്യാറാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഹണിയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ ഫേസിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള ഓപ്പൺ പോർസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറിയിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് ഓപ്പൺ പോർസ് ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറയിലൂടെ നോക്കിയിട്ട് കാണാത്തതാവും, പക്ഷേ എനിക്ക് നന്നായിട്ട് ഓപ്പൺ പോർസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പഴം നമ്മുടെ ഫേസിന് നന്നായിട്ട് ടൈറ്റ് ആക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് നിൽക്കേണ്ട, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിന്ന് നന്നായിട്ടൊന്ന് ഒരു ഫ്രഷ് ആയ പോലെ, അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തെളിച്ചം വെച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു നിറം വെച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.